പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫ്, ഇപ്പോൾ ചീഫ് മാത്രമല്ല ഫീൽഡ് മാർഷലും കൂടിയായ അസീം മുനീർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക സന്ദർശിച്ച വിവരം നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചു, അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ എന്നു പറഞ്ഞു പോയി. തിരിച്ചു നാട്ടിലെത്തിയ ഉടനെ തന്നെ പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്ന്. എന്തെന്ന് വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കാൻ കാരണം ട്രംപിന്റെ അതിശക്തമായ ഇടപെടൽ കാരണമാണെന്നും അദ്ദേഹം ഇടപെട്ടില്ലെങ്കിൽ അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു യുദ്ധമായി മാറുമെന്നും, അങ്ങനെ ട്രംപിനെ ഒരു വീരനായകനും രക്ഷകനുമായിട്ടൊക്കെയാണ് പാകിസ്ഥാന്റെ ഓരോ പ്രസ്താവന വരുന്നത്. ഇന്ത്യ ഈ വരുന്ന പ്രസ്താവനകളും ട്രംപിന്റെ തന്നെ വീമ്പ് പറച്ചിലുകളും മുൻപേ തന്നെ തള്ളിയതാണ്. നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറായത് മൂന്നാമതൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങിയിട്ടല്ലെന്ന് നമ്മൾ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. പാകിസ്ഥാന്റെ DGMO ഔദ്യോഗികമായി തന്നെ വാർ എസ്കലേഷന് വേണ്ടി നമ്മോട് റിക്വസ്റ്റ് ചെയ്യുകയും നമ്മൾ അതിന് സമ്മതിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ നിലപാടും സത്യവും. പക്ഷേ ഈ കാര്യം പാകിസ്ഥാനും അങ്ങ് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ വന്ന് നമ്മുടെ കാല് പിടിച്ചാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായതെന്ന കാര്യം പുറത്തറിഞ്ഞാൽ അവർക്കത് ക്ഷീണം ചെയ്യുന്ന കാര്യം തന്നെയാണ്, അത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയേട്ടൻ ബനാബാത്തിൽ നിൽക്കുന്ന, അതായത് ലോക പോലീസായിട്ട് സ്വയം അവരോധിക്കുന്ന അമേരിക്കയും കൂടിയും കൂട്ടിച്ചേർത്തിട്ട് അവരിടപെട്ടിട്ടാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ലോകത്തിനു മുമ്പിൽ അഭിമാനക്ഷതവും സംഭവിക്കില്ല. പണ്ട് പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ വാട്ട് ആൻ ഐഡിയ സർജി. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ രണ്ടാമതായി പാകിസ്ഥാന്റെ തന്നെ മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, വെറും ഉദ്യോഗസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പാകിസ്ഥാന്റെ എയർ ചീഫാണ്. പാകിസ്ഥാന്റെ എയർ ചീഫായ സഹി അഹമ്മദാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇതിപ്പോ തുടർച്ചയായി പാകിസ്ഥാന്റെ മിലിറ്ററിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ US സന്ദർശിക്കുകയാണ്. എന്തിനു വേണ്ടി? ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തെന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ പോലെയോ അമേരിക്കയെ പോലെയോ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായി കാണാൻ സാധിക്കില്ല. കാരണം ആ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യം ഭരിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയന്ത്രണം കയ്യിൽ വെച്ചിരിക്കുന്നത് അവിടുത്തെ മിലിറ്ററി തന്നെയാണ്. പേരിനു വേണ്ടി ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം ഉണ്ടെങ്കിലും അത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. മിലിറ്ററിക്ക് അനഭികാമ്യമായ ഒരു കാര്യവും, അഥവാ അവർക്ക് താല്പര്യമില്ലാത്ത ഒന്നും തന്നെ അവിടെ നടക്കാൻ ഭരണകർത്താക്കൾക്ക് സാധിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം മിലിറ്ററി ഏറ്റെടുക്കും. മാത്രമല്ല, നടപ്പാക്കാൻ ശ്രമിച്ച വ്യക്തി ജയിലിലും കിടക്കും, ചിലപ്പോൾ തൂക്കിക്കൊന്നെന്നും ഇരിക്കും. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ! ഇത് അമേരിക്കയ്ക്ക് എന്നല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനായും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിന് പകരം മിലിറ്ററി ചീഫായ അസീം മുനീറിനെ ക്ഷണിച്ചതും അവരുമായി ചർച്ച നടത്തിയതും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രിയായ മോഡിയെ ക്ഷണിക്കുന്നതിന് പകരം ഏതെങ്കിലും രാജ്യം നമ്മുടെ മിലിറ്ററി ചീഫിനെ ക്ഷണിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ മിലിറ്ററി ചീഫും മറ്റും പോകും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ഭരണകർത്താക്കൾ അനുവദിക്കുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന ചർച്ചകളിൽ മാത്രം പങ്കെടുക്കാൻ, അതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം. മറ്റേത് പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് മാത്രമേ നടക്കൂ. അമേരിക്കയ്ക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നതും അവരുടെ പാകിസ്ഥാനിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളും ആവശ്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന പട്ടാള മേധാവിയെ ക്ഷണിച്ചതും സൽക്കരിച്ചതും. പക്ഷേ ഇവിടെ പണി കിട്ടിയത്, സത്യം പറയുകയാണെങ്കിൽ, ചൈനയ്ക്കാണ്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ആയുധങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളും വാങ്ങുന്ന ഒരു മേജർ രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ലോകത്തെ സൈനിക ശക്തി കണക്കാക്കുകയാണെങ്കിൽ
ആദ്യ 10-ൽ തന്നെ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആയതിനാൽ തന്നെ 10,000-കണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ് പാകിസ്ഥാനുമായി ഓരോ വർഷവും ചൈന നടത്തുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആയുധങ്ങളിൽ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന 80% ചൈനീസ് ആയുധങ്ങളുമാണ്. ഇതുപോലെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന സ്ഥിതിക്ക് ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്നത് ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. എന്തെന്നാൽ ചൈനയുടെ നല്ലതും ചീത്തതുമായ എല്ലാ ആയുധങ്ങളും വളരെ ഈസിയായി പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കാൻ അവർക്ക് സാധിക്കും. ഇവിടെയാണ് അമേരിക്കയുടെ കടന്നുവരവ് ചൈനയെ അലോസരപ്പെടുത്തുന്നത്. എന്തെന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന രാജ്യമാണ് അമേരിക്ക. അവരുടെയും ലക്ഷ്യം കച്ചവടവും മറ്റു താല്പര്യങ്ങളുമാണ്. ഇത് നന്നായി അറിയുന്ന രാജ്യവുമാണ് ചൈന. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈന പാകിസ്ഥാനുമായുള്ള ആയുധ കച്ചവടം ഒന്നുകൂടി വിപുലപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ്. ചൈനയുടെ കൈവശമുള്ള 5ാം തലമുറ യുദ്ധവിമാനമായ J-35 പാകിസ്ഥാന് കൊടുക്കാമെന്നും ചൈനീസ് നിർമ്മിത 5ാം തലമുറ യുദ്ധവിമാനമായ J-35 പാകിസ്ഥാന്റെ കൈവശമുണ്ടെങ്കിൽ ഇന്ത്യയുമായി നടന്ന യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയേനെ എന്നും മറ്റുമാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനോട് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നത് ചൈനയ്ക്ക് രസിക്കാത്തതിന് കാരണം വെറും ആയുധ കച്ചവടം താല്പര്യം മാത്രമല്ല. എന്തെന്നാൽ ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് തുടങ്ങി മറ്റനേകം പദ്ധതികൾ ചൈന പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട്. ബില്യൺസ് ഓഫ് ഡോളർ ആണ് ചൈന ഇതുവരെയും ഇൻവെസ്റ്റ് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒരു സൗഹൃദ രാഷ്ട്രം എന്നതിലുപരി ചൈനയുടെ തന്നെ ഒരു സ്റ്റേറ്റായി വെക്കാനാണ് ചൈന ആഗ്രഹിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെയധികം പണം കടമായി പാകിസ്ഥാന് നൽകുന്നതും ചൈനയുടെ തന്നെ പല പദ്ധതികളും പാകിസ്ഥാനിൽ നടത്തുന്നതും. ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ ബാധ്യതയാവുന്നു എന്നു മാത്രമല്ല, ചൈനയുടെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ പുറത്തു കടക്കാൻ അവർ അനുവദിക്കുകയുമില്ല. ഇത് ചൈന എന്ന രാജ്യം വർഷങ്ങളായി മറ്റു രാജ്യങ്ങളുടെ മേൽ നടപ്പാക്കുന്ന തന്ത്രമാണ്. അമേരിക്കയുടെ കടന്നുകയറ്റം ചൈനയെ സംബന്ധിച്ച് അവരുടെ പാകിസ്ഥാനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. ഇവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഡബിൾ സ്റ്റാൻഡ് രാജ്യമായ ചൈനയെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അതിലും വലിയ ഡബിൾ സ്റ്റാൻഡ് നീക്കവുമായി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിന്റെ ആദ്യ വെടി പാകിസ്ഥാൻ പൊട്ടിച്ചു കഴിഞ്ഞു. എന്തെന്നാൽ ചൈന ഓഫർ ചെയ്ത അവരുടെ 5ാം തലമുറ യുദ്ധവിമാനമായ J-35 വാങ്ങുന്ന കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന്. പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കുന്നതിൽ അമേരിക്കൻ താൽപ്പര്യങ്ങളാണെന്നതിൽ തർക്കമില്ല. കാരണം പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. അവരുടെ കൈവശമുള്ള ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഫലപ്രദമല്ലെന്നും ആധുനിക ഇന്ത്യൻ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ലോകശക്തിയായ അമേരിക്കയുടെ ആയുധങ്ങളും സഹായവും കൂടിയേ തീരൂ എന്ന ബോധ്യപ്പെട്ടതിനാലാണ് പാകിസ്ഥാന്റെ ഈ മലക്കം മറയൽ. മാത്രമല്ല, ഇന്ത്യയെ വിരട്ടി നിർത്താൻ പോന്ന രാജ്യമല്ല ചൈന എന്ന തിരിച്ചറിവും ഇതിനു പിന്നിലുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോയി അമേരിക്കയുടെ കാലിൽ അഭയം പ്രാപിച്ചതും അവരുടെ ഏത് കണ്ടീഷനും അംഗീകരിക്കാൻ തയ്യാറാവുന്നതും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നുള്ളത് തന്ത്രപ്രധാനമായ രാജ്യം എന്നതിലുപരി സ്ഥലമാണ്. എന്തെന്ന് വെച്ചാൽ അവർ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുന്നതും ഭാവിയിൽ ശത്രുവായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ ചൈന, ഇന്ത്യ എന്നീ 2 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. മാത്രമല്ല, ഇറാൻ, ഇറാഖ് മുതലായ അവരുടെ കണ്ണിലെ കരടായ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയൊരിടമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ അമേരിക്കൻ സൈനിക ബേസ് സ്ഥാപിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വിലമതിക്കാനാകാത്ത
ജിയോ പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ് ആണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അമേരിക്ക പാകിസ്ഥാൻ അനുകൂല നിലപാട് എടുക്കുമെന്ന് മാത്രമല്ല, അവരുടെ അത്യാധുനിക ആയുധങ്ങളും നൽകാൻ ഇടയുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതെല്ലാം നടക്കാൻ കാരണം ഇന്ത്യ പാക് യുദ്ധമാണെങ്കിലും സത്യത്തിൽ പണി കിട്ടാൻ പോകുന്നത് ചൈനയ്ക്കാണെന്ന്. കാരണം പാകിസ്ഥാൻ US ബന്ധം മെച്ചപ്പെട്ടാൽ പിന്നെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. അതൊരിക്കലും ചൈനയ്ക്ക് അനുകൂലമാവുകയുമില്ല. ഇവിടെയാണ് ഇത്രയും കാലം ചൈന ബില്യൺസ് ഓഫ് ഡോളർ ചിലവാക്കി പാകിസ്ഥാനിൽ നടപ്പിലാക്കിയതും ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ പദ്ധതികളുടെയും ഭാവി പ്രശ്നത്തിലാകാൻ പോകുന്നത്. ഒരു കാരണവശാലും ചൈനയുടെ ഇത്രയും കാലത്തെ പാകിസ്ഥാനിലുള്ള ഇൻവെസ്റ്റ്മെന്റും ലക്ഷ്യങ്ങളും ഒറ്റയടിക്ക് കളഞ്ഞു കുളിക്കാൻ അവർ ആരെയും അനുവദിക്കുകയില്ല. എന്നു മാത്രമല്ല, അതിനു പാകിസ്ഥാൻ മുതിർന്നാൽ ഭാവിയിൽ പാകിസ്ഥാനും ചൈനയുടെ ശത്രുരാജ്യമായി മാറുമെന്നതിൽ തർക്കമില്ല. മറ്റൊരു വിഷയമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.